നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് അവർ ഇക്വഡോറിനെ പരാജയപ്പെടുത്തിയപ്പോൾ വിജയ ഗോൾ നേടിയത് റോഡ്രിഗോയാണ്. ബ്രസീലിൽ വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ റോഡ്രിഗോയും വിനിയും ലൂക്കാസ് പക്കേറ്റയും ലൂയിസ് എൻറിക്കയും ഒരുമിച്ചാണ് അണിനിരന്നത്. മത്സരത്തിന്റെ 30ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ പിറക്കുന്നത്. ലൂക്കാസ് പക്കേറ്റയുടെ അസിസ്റ്റ്, ഒരു കിടിലൻ ഷോട്ടാണ് റോഡ്രിഗോ ഉതിരിക്കുന്നത്. എന്തായാലും ഡിഫ്ലക്റ്റഡ് ആയിക്കൊണ്ട് പന്ത് വലയിലേക്ക് പോവുകയായിരുന്നു. 30ാമത്തെ മിനിറ്റിൽ ബ്രസീൽ ഒരു ഗോളിന് മുന്നിൽ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലാണ്. മോശമല്ലാത്ത പ്രകടനമാണ് ആദ്യ പകുതിയിൽ ബ്രസീൽ നടത്തിയത്. രണ്ടാം പകുതിയിൽ ചില മാറ്റങ്ങളൊക്കെ കോച്ച് വരുത്തിയിരുന്നു. എസ്റ്റവായോ വില്യൻ, എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എസ്റ്റവായോ വില്യൻ ലൂയിസ് എൻറിക്കയ്ക്ക് പകരം കളിക്കളത്തിലേക്ക് വരികയുണ്ടായി. അതുപോലെ തന്നെ ബ്രൂണോ ഗുയിമാരസിന് പകരം ഗേഴ്സൺ കളിക്കളത്തിലേക്ക് എത്തി. പിന്നെ കളി പുരോഗമിക്കവേ ലൂക്കാസ് പക്കേറ്റയ്ക്ക് പകരം കളിക്കളത്തിലേക്ക് എത്തി. എന്തായാലും പിന്നീട് ഗോളുകളൊന്നും പെറുന്നില്ല. അതിനിടയ്ക്ക് എസ്റ്റവായോ വില്യന്റെ ഒരു മികച്ചൊരു ചാൻസ് ക്രിയേഷൻ ഉണ്ടായിരുന്നു. അത് പക്ഷേ വിനി ജൂനിയർക്ക് ഗോൾ കീപ്പറേയും റൗണ്ട് ചെയ്ത് പോയിട്ട് സൈഡ് നെറ്റിംഗ് ആയിട്ട് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അവസാന ഘട്ടങ്ങളിലൊക്കെ ബ്രസീൽ ബസ് പാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, സ്വന്തം മണ്ണിൽ ഇക്വഡോറിനെതിരെ ബസ് പാർക്കിംഗ്, അതെന്തായാലും ആരാധകർക്ക് സുഖിച്ചിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ആരാധകരുടെ റിയാക്ഷനിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. മത്സരം എന്നാൽ വിജയിച്ചു കയറി. ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവര് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നന്നായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. ഇപ്പോൾ ഈ മത്സരം വിജയിച്ചതോടുകൂടി 7 കളികളിൽ നിന്ന് 10 പോയിന്റോടെ 6ാം സ്ഥാനത്ത് നിന്ന് അവർ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.